ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കുഞ്ഞി പഫ് വെച്ചിട്ടുള്ള സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ നമ്മുടെ ഫാബ്രിക്കിനെ 4ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇതിന് നമുക്ക് മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്യാം. നല്ല പോളി കോട്ടൺ മെറ്റീരിയലാണ്. അപ്പം അതിൻ്റെ അടിയിൽ ലൈനിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ മെയിൻ ഫാബ്രിക്കിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ടോട്ടൽ ഇതിപ്പോൾ ഫുൾ നമുക്കൊരു 20 ഇഞ്ചസ് ഉണ്ട്. 4ആയിട്ട് മടക്കിയ ശേഷം നമുക്കിതിൽ ആവശ്യം എന്ന് പറയുന്നത് 15 ആണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടത് 15 ഇഞ്ചസാണ്. 15.5 ഇഞ്ചസ് കൊടുത്തേക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോൾ റൗണ്ടാണ്. അതിവിടെ ഞാൻ 8.5 എടുത്തേക്കുന്നത്. പിന്നെ മേളിലോട്ട് ഒരു 3 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. അത് നമ്മുടെ പഫ് കറക്റ്റായിട്ട് വരുന്നതിന് വേണ്ടി, പഫിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ തംബ്നെയിലിൽ കണ്ട പോലെയുള്ള സ്ലീവാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴേക്കൊരു 3.5 ഇഞ്ച് എടുക്കുന്നു. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈൻ 1 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്ലാൻഡിങ് ലൈന് നമുക്കിത് ഇങ്ങനെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സ്ലാൻഡിങ് ലൈന് വരയ്ക്കാം. എന്നിട്ടാണ് നമ്മൾ ഇനി ഇതിൻ്റെ ഹാഫ്, ഇപ്പം നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് അവിടത്തേക്ക് എടുത്ത ആ സ്ലാൻഡിങ് ലൈനിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. ഹാഫ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ 2 സൈഡിൽ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഒരെണ്ണം ഹാഫ് ഇഞ്ച് മേളിലോട്ടും ഒരെണ്ണം ഹാഫ് ഇഞ്ച് താഴോട്ടും ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഈ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഈ ഡോട്ട്സിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ ഡോട്ട്സും കൂടി അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 3-4 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിങ്ങനെ ഡോട്ടിട്ട് വരയ്ക്കേണ്ടതെന്ന് വരില്ല. പിന്നെ നമ്മുടെ കൈയൊക്കെ അതിനനുസരിച്ച് അങ്ങ് വഴങ്ങി വന്നോളും. പിന്നെ നമുക്ക് നേരത്തെ 3 ഇഞ്ച് മുകളിലേക്ക് എടുത്തതിൻ്റെ അവിടെ നിന്ന് തന്നെ സൈഡിലേക്ക് ഒരു 3 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആ കണക്ട് ചെയ്ത ആ പോർഷനിൽ നിന്ന് നമ്മൾ മേളിലോട്ട് ഇതുപോലെ സ്ലീവിന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മാർക്ക് ചെയ്ത ഭാഗം, ഈ 3 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗമാണ് നമുക്ക് പഫിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് താഴത്തേക്കെന്ന് പറയുന്നത് നമ്മുടെ സ്ലീവിൽ താഴെ നമുക്ക് ആവശ്യം വരുന്നത് 5.5 ആണ്. ഇത് നമുക്ക് വേണ്ട കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ പോർഷനാണ് നമുക്കിനി ആവശ്യമുള്ളത്. ഇതാണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കാനുള്ളത്. താഴത്തെ നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് താഴത്തെ വിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. 5.5 ആണ് വേണ്ടത്. 5.5 മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1.5 നമുക്ക് സീം അലവൻസും കൂടി എടുക്കാം. ഇപ്പോൾ 5.5 മാർക്ക് ചെയ്തു. ഇനി ഒരു 1.5 നമുക്ക് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൈക്കുഴിയുടെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഏകദേശം പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ലൈനിങ് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലൈനിങ്ങും ഈ പോർഷനും കൂടി ജോയിൻ ചെയ്യണം. നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്യാം. ഇതങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിനെ ലൈനിങ്ങും കൂടി വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, കണ്ടോ, വീണ്ടും നമ്മൾ നോക്കിയിട്ട് അവിടെ ഞാൻ 2 സൈഡിലും 2 ചെറിയ കട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, മുകളിലോട്ട് മാർക്ക് ചെയ്ത് ആ പോയിൻ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി അതേപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനും കൂടി നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്ത് എടുക്കുക. അത് നമുക്ക് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ വിലയേറിയ സപ്പോർട്ടും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ സെൻറ്റർ പോർഷനൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പ്ലേറ്റ്സ് എടുക്കുവാണ്. ചെറിയ കുഞ്ഞു പ്ലേറ്റ്സ്. നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് 3 പ്ലേറ്റ്സ് വീതമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ 3 ഇഞ്ചിൻ്റെത് ചെറിയൊരു കട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വരത്തേക്കുമാണ് നമുക്ക് കണ്ടോ. അത് ഇവിടെ നിന്ന് 3 നമുക്ക് കിട്ടും. കണ്ടോ, 3
പ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും എടുക്കണം. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ആദ്യം ഒരു പ്ലീറ്റ് എടുത്തു, പിന്നെ ഇതാ രണ്ടാമതൊരു പ്ലീറ്റ് എടുത്തു, പിന്നെ അവിടെ നിന്ന് ഒരു പ്ലീറ്റും കൂടി നമ്മൾ എടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എടുക്കണം. ഒരു പിന്ന് വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം നമ്മൾ കയ്യിൽ പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് ഒരു പിന്നും കൂടി വെച്ച് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സൈഡും കൂടി ഇതുപോലെ തന്നെ 3 പ്ലീറ്റ്സ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇനി ഒരു 3 പ്ലേറ്റും കൂടി കൊടുക്കുകയാണ്. കണ്ടോ, കറക്റ്റായിട്ട് 3 പ്ലീറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പ്ലീറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ 3 പ്ലീറ്റ്സാണ് ഇവിടെ എടുക്കാറ്. ഒരു കുഞ്ഞ് പഫ് മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടി ഇപ്പോൾ ഞാൻ കൈ കാണിക്കുന്നതിൻ്റെ അതുവഴി നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടോ, അത് ഇരിക്കുന്നത് കണ്ടോ, പഫായിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ഇരിക്കും. ഇനി ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ പഫിനെ നമുക്ക് നമ്മുടെ സ്ലീവുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള ബിഗിനേഴ്സായിട്ടുള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.